പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ജനങ്ങളിൽ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയ ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിലുടനീളം വികസന മുരടിപ്പ് ദൃശ്യമാണെന്നും തിരുവനന്തപുരം മെട്രോ മംഗലാപുരം വരെ നീട്ടണമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. പാലോട് മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ച വാഹന പര്യടന ജാഥയ്ക്കിടെ ജനടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പര്യടന ജാഥ തുടരുകയാണ്. ഇപ്പോൾ പാലോട് മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലായിട്ടാണ് ഈ വാഹന പര്യടന ജാഥ തുടരുന്നത്. നമ്മളോടൊപ്പം അദ്ദേഹവുമുണ്ട്. എത്രത്തോളം ഈ ആത്മവിശ്വാസം ഓരോ ദിവസവും കൂടുമ്പോൾ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്? എങ്ങനെ തോന്നുന്നു? തീർച്ചയായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പര്യടനത്തിന് ശേഷം ജനങ്ങളുടെ ഇടയിൽ പ്രകടമായിട്ടുള്ള വലിയ മാറ്റം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് പാലോട്, നെടുമങ്ങാട് പ്രദേശങ്ങളിൽ വാഹന പര്യടനത്തിൻ്റെ രണ്ടാം ഘട്ട പര്യടനമാണ്. കഴിഞ്ഞ ആഴ്ച നെടുമങ്ങാടും പാലോടും ആദ്യഘട്ട പര്യടനം നടന്നിരുന്നു. പാലോട് വളരെ വൈകിയും പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ ഏറെ വൈകിയിട്ടും നിരവധി നൂറുകണക്കിന് ആളുകൾ കാത്തുനിന്ന പരിപാടികളാണ് ഉണ്ടായിരുന്നത്. അതിനേക്കാൾ വളരെ സജീവമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ജനസ്വീകാര്യതയും വരുന്നുണ്ട്. നമുക്കറിയാം ഈ മേഖലകളിലെല്ലാം അങ്ങ് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഗ്രാമീണ മേഖലകളിൽ വളരെയധികം അങ്ങ് കേന്ദ്രീകരിക്കുന്നുണ്ട് ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട്. എല്ലാ പ്രദേശങ്ങളിലും എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഗ്രാമീണ മേഖലകളിലും നഗരമേഖലകളിലും ഒക്കെ ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ മേഖലകളിലാണ് കൂടുതൽ വികസനത്തിൻ്റെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ജനങ്ങളാണുള്ളത്. അതുകൊണ്ട് ആ ജനങ്ങൾ ഒരു മാറ്റം കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. നഗരങ്ങളിലെ പ്രശ്നങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഗതാഗതക്കുരുക്കിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെയുള്ള അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് നഗരങ്ങളിലേത്. ഗ്രാമപ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിൻ്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ഗ്രാമങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ MP 2 വർഷവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ MP 1 വർഷവും ഭരിച്ച മണ്ഡലമാണ് ഇവിടുന്ന് വിജയിച്ച മണ്ഡലമാണ്. ഇത്തരത്തിൽ ഈ മേഖലകളിലെല്ലാം വികസനത്തിൻ്റെ ഒരു മുരടിപ്പ് അങ്ങേക്ക് ദൃശ്യമാകുന്നില്ലേ? തീർച്ചയായിട്ടും ഈ പ്രദേശം തിരുവനന്തപുരം നഗരത്തിൻ്റെ 1/4 പോലും പ്രാധാന്യം ഈ പ്രദേശങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വാസ്തവത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ പോലെ തന്നെ കഴിവുള്ളവരും തിരുവനന്തപുരം നഗരത്തിലുള്ളതുപോലെ തന്നെയുള്ള വികസന സാധ്യതകളുള്ളതുമായിട്ടുള്ള പ്രദേശം തന്നെയാണ് ഈ ആറ്റിങ്ങലും മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. അതുകൊണ്ട് തിരുവനന്തപുരം മെട്രോ ഇപ്പോഴും അത് കഴക്കൂട്ടം വരെ എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മംഗലപുരം വരെ എത്തിയിട്ടും മെട്രോ എന്തുകൊണ്ട് കഴക്കൂട്ടം വരെ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു? മെട്രോ എന്തുകൊണ്ട് മംഗലപുരത്തേക്ക് വരുന്നില്ല? മെട്രോ എന്തുകൊണ്ട് ആറ്റിങ്ങലിലേക്കും നെടുമങ്ങാടേക്കും വരുന്നില്ല? ഇതൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരമുണ്ടാകണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ നിന്ന് വിജയിച്ചാലേ സാധിക്കും.